ഇന്ന് നമ്മൾക്ക് ഹെർണിയ അഥവാ സാധാരണക്കാരുടെ ഭാഷയിൽ കുടലിളക്കം എന്ന് പറയുന്ന സർജിക്കൽ കണ്ടീഷനെ കുറിച്ച് സംസാരിക്കാം. ഹെർണിയ അഥവാ കുടലിളക്കം എന്ന് പറയുന്നത് ആമാശയ ഭിത്തിയിൽ, അതായത് ഉദരഭിത്തിയിൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ മടിയിടുക്കിൽ ഇൻഗ്വേനൽ റീജിയനിൽ കാണപ്പെടുന്ന മുഴ, കുടലിൽ തള്ളി വരുന്നതാണ് ഈ മുഴ. അതാണ് കുടൽ ഇറക്കം എന്ന് പറയാനുള്ള കാരണം. ഈ ഹെർണിയ ഏറെക്കുറെ പ്രധാനമായും ഇൻഗ്വേനൽ റീജിയൻ, മടിയിടുക്കിൽ, അതായത് നമ്മുടെ ഉദരഭിത്തിയും തുടയും കൂടെ ചേരുന്ന ഭാഗത്താണ് കൂടുതലായും കണ്ടുവരുന്നത്. അതിന് താഴെയായിട്ടുള്ള ഫെമറൽ ഹെർണിയ ഉണ്ട്, പൊക്കിളിലൂടെ വരുന്ന അംബിലിക്കൽ ഹെർണിയ ഉണ്ട്, പിന്നെ അപൂർവം കണ്ടുവരുന്ന ലംബാർ ഹെർണിയ, സ്പിജിലിൻ ഹെർണിയ, അങ്ങനെ അപൂർവമുള്ള ഹെർണിയ ഉണ്ട്. സാധാരണ ഭാരമെടുക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. നമ്മുടെ ഉദരഭിത്തിക്കകത്ത് പ്രഷർ കൂടുമ്പോൾ, ഇൻട്രാ അബ്ഡമിനൽ പ്രഷർ കൂടുന്നു. അത് ഭാരമെടുക്കുന്നവരിലാകാം, അടിക്കടി ചുമയുള്ളവരിലാകാം, സ്ഥിരം മലബന്ധമുള്ളവർ വരാം, പുകവലിക്കാരിൽ വരാം. പുകവലിക്കാരിൽ കൊളാജൻ സിന്തസിസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഹെർണിയ കൂടുതലുണ്ടാകും. മാത്രമല്ല അവരിൽ ചുമയും ഏറെക്കുറെ കൂടുതൽ കാണും. ഈ ഹെർണിയ ഓപ്പറേഷൻ വഴിയാണ് ചികിത്സിക്കേണ്ടത്. കുട്ടികളിലും ചില ഹെർണിയകൾ ഉണ്ടാകാം. അത് വലിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ പോലും ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയുള്ള ഹെർണിയ കൺജനിറ്റൽ ഹെർണിയ എന്ന് പറയും. ഇനി എന്തുകൊണ്ട് ഹെർണിയ ചികിത്സിക്കണം? വളരെ അപൂർവം വരുന്ന ഹെർണിയകൾ കുടല് കുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരും. പിന്നെ സ്ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ രക്തഓട്ടം കുടലിന് ഇല്ലാതാവുന്ന കണ്ടീഷൻ. അത് പിന്നെ പഴുപ്പായി കുടൽ ദ്വാരം വീണ് പെരിറ്റോണൈറ്റിസ്, മൊത്തം പഴുപ്പാകുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒഴിവാക്കാനും കുടൽ മുറിച്ചു മാറ്റിയൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിലെ ആ കോംപ്ലിക്കേഷൻ സങ്കീർണതകളിലേക്ക് പോകാതെ ആരംഭകാലത്തിലെ നമുക്ക് നിസ്സാരമായ ഓപ്പറേഷനിലൂടെ ഇത് പരിഹരിക്കാം. ഇന്നത്തെ കാലത്ത് വയറ് തുറക്കാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും ഹെർണിയയ്ക്ക് വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ലക്ഷണങ്ങളായിട്ട് ചെറിയ മുഴയോ വലിച്ചിലുവേലുള്ള വേദനയായിട്ടായിരിക്കും വരുന്നത്. കിടന്നു കഴിയുമ്പോൾ ഈ ഉദരഭിത്തിയുടെ താഴെ കാണുന്ന അല്ലെങ്കിൽ തുടയുടെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന മുഴ കിടക്കുമ്പോൾ തനിയെ മാറുകയും എഴുന്നേറ്റ് നിന്ന് ചുമയ്ക്കുമ്പോൾ അത് തള്ളി വരികയും ചെയ്യുന്നതാണ് ആദ്യ ലക്ഷണം. തനിയെ തന്നെ തിരിച്ച് അകത്ത് കയറി പോകുന്ന ആൾ പിന്നെ തിരിച്ച് കയറാത്ത അവസ്ഥ, ഇറഡ്യൂസിബിലിറ്റി എന്ന് ഞങ്ങൾ പറയും. അത് അങ്ങനെ വരുമ്പോഴത്തേന് കുറേശ്ശെ വേദനയൊക്കെ ആയി തോന്നും. അതിന്റെ കൂടെ അതിഭീകരമായ വേദനയും ഛർദിലും ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കുടലിലോട്ടുള്ള ചലനം, ഒബ്സ്ട്രക്ഷൻ, കുടലിന്റെ ചലനം നിൽക്കുന്ന അവസ്ഥയും പിന്നെ രക്തം ഇല്ലാതെ സ്ട്രാങ്കുലേഷൻ എന്ന അവസ്ഥയിലോട്ടും ഒക്കെ പോകാതെ നമ്മൾ ആദ്യകാലത്ത് തന്നെ ഇതിന്റെ ഓപ്പറേഷന് തയ്യാറാകുന്നതാണ് ഉത്തമം. ഇപ്പം തുറന്നുള്ള സർജറിയും ഡേ കെയർ സർജറി എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് സർജറി ചെയ്ത് വൈകിട്ട് പോകാവുന്ന രീതിയിലെ ചികിത്സയും ഇപ്പോൾ ലഭ്യമാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ മെഷ് റിപ്പയർ, അതായത് ഒരു നെറ്റ് പോലെ, വല പോലെയുള്ള ഒരു സാധനം അകത്ത് വെച്ച് വീണ്ടും വരാത്ത രീതിയിലുള്ള സർജറിയാണ് ഇതിനെ സാധാരണ രീതിയിൽ അവലംബിക്കുന്നത്. ഓക്കെ.